guys, welcome to Scene Podcast Season 2 Episode number 8. അപ്പം ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ നോ വൺ ഈസ് ഷെയറിങ് അവർ കോണ്ടന്റ്. ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ് ഗൈസ്, വലിയൊരു ഇഷ്യൂ ആണ്. അപ്പം ഇന്നത്തെ ഇഷ്യൂ നമ്മുടെ കൂടെ ചർച്ച ചെയ്യാനായിട്ട് ഇന്ന് കുറച്ച് വിശിഷ്ട അതിഥികൾ നമ്മുടെ കൂടെ ഉണ്ട്. അതിഥികൾ വേറെ ആരുമല്ല, നമ്മുടെ തന്നെ ആൾക്കാരാണ്. അപ്പോൾ അതിഥികളെ ഓരോരുത്തരെ നമുക്ക് അവരെ പരിചയപ്പെടുത്തും. ആരാണ് അവർ, എവിടെ നിന്നാണ് അവർ എന്നൊക്കെ ഉള്ളത്. സോ അല്ല, ഹോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഹോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, എന്നാ ഞാൻ ചെയ്യാം. യെസ്, വേറെ ആരുമല്ല ഗൈസ്, നമ്മുടെ സ്വന്തം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുരുകിൽ ടീമാണ്. ടീം കുരുകിലാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൈയടിക്കണം, കൈയടിക്ക്. ശരി, യെസ്, ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പം നമ്മളോട് ഇന്ന് നമ്മുടെ കുരുകിലിന്റെ മാനേജർ ഇൻ ഫ്യൂച്ചർ CEO ആയിട്ടുള്ള അഖിൽ ബ്രോ ഉണ്ട്. അഖിൽ ബ്രോ, ഈ സമയം ഞാൻ എന്റെ ഡൗട്ട് നമ്പർ 1 തുടങ്ങിയാണ്. നിന്റെ പാട്ട് നീ കോപ്പിറൈറ്റ് അടിക്കാതെ എങ്ങനെ വരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നീ തന്നെ തരേണ്ടതാകുന്നു. അല്ല ചേട്ടാ, സംഭവം നമ്മള് കോപ്പിറൈറ്റ് അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ശരി, ആയിക്കോട്ടെ. നെക്സ്റ്റ്. ഓക്കെ, അടുത്ത നമ്മുടെ അടുത്ത ഇതിൽ എത്ര പേരുണ്ട്? കൂടുതലുണ്ടല്ലോ. അല്ല, അടുത്ത നമ്മുടെ എന്റെ ഫൗണ്ടേഴ്സ്, കോ-ഫൗണ്ടേഴ്സ്, കുരുകിലിന്റെ കോ-ഫൗണ്ടേഴ്സ് ആയ ജോയൽ നമ്മളോട് ചേരുകയാണ് ഗൈസ്. കൈടിക്കാണ്. ജോയലിന്റെ കൂടെ നമ്മൾ 3 പേരാണ് കുരുകിൽ ഫൗണ്ട് ചെയ്ത്, കുരുകിൽ കണ്ടുപിടിച്ച, അല്ലെ കുരുകിൽ എന്നുള്ള സംഭവം ഐഡിയ കൊണ്ടുവന്ന. അപ്പൊ അതില് 3ാമത്തെ ആൾ ആദർശ് നമ്മളോടൊപ്പം ഉണ്ട്. ആദർശ്, വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ്. ടെക്നിക്കലി ആദർശിനെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം ഞാനും ആദർശും കൂടെയാണ് സീൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് OG ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഇന്നത്തെ നമ്മുടെ വിഷയം വൈ നോ വൺ ഈസ് ഷെയറിങ് അവർ കോണ്ടന്റ്. എസ്പെഷ്യലി നമ്മൾ കുരുകിൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മുടെ കോണ്ടന്റ് ഇപ്പം പുതിയ യൂട്യൂബ് ചാനൽ പുതിയ കുറെ സാധനങ്ങൾ ചെയ്യുന്നത്, നമ്മൾ എല്ലാം ബേസിൽ തന്നെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈവൻ ദ പീപ്പിൾ വി നോ, അവർക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. നമ്മൾ അത്രയ്ക്കും അവരെ ട്രസ്റ്റ് ചെയ്തിട്ടും അവര് ഷെയർ ചെയ്യണില്ല. ഞാൻ ഇന്നും രാവിലെ ഒരാളെ വിളിച്ച്, ഇന്നലെ രാത്രി തൊട്ടേ പറഞ്ഞ് രാവിലെ വിളിച്ചാണ് ഞാൻ സ്റ്റേറ്റസ് ഒക്കെ ഇടിപ്പിച്ചത്. എന്താണ് അതിനുള്ളൊരു റീസൺ? വൈ പറയൂ ഗൈസ്, എന്താണ് റീസൺ? തിരക്ക് കൊണ്ടാണോ അതോ മനസ്സിലിരിപ്പ് കൊണ്ടാണോ അതോ എന്താണ്? എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഇതിലൊരു പ്രശ്നം. പറഞ്ഞോടാ. എന്താണെന്നൊരു പിടിയില്ല. അവരുടെ തിരക്ക് കൊണ്ടാണോ അതോ അവരുടെ ദുഷ്ട മനസ്സുകൊണ്ടാണോ അതോ ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്ന, അല്ല, ബിസി. ശരി, ചിലപ്പോ ശരിയാവും, ബിസി ആയിരിക്കും. പക്ഷെ നമ്മള് അത്രയ്ക്കും വിശ്വാസമില്ലാത്ത ആൾക്കാരെ പറ്റിയല്ലേ പറയുന്നത്. കാര്യം അത്ര ക്ലോസ് ആയിട്ട് അറിയുന്നവരാ. പിന്നെ ഇട്ടത് നമ്മുടെ പാട്ട് തന്നെ. അപ്പം അത് കണ്ടിട്ട് ഞാൻ ഷെയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ മേ ബി അതൊരു നല്ല കാര്യമാണ്. പക്ഷെ എന്നാലും അവര് അത് കണ്ടിട്ട് റിപ്ലൈ തരുന്നില്ലല്ലോ. അഖിൽ ചേട്ടൻ എന്ത് പറയിച്ചേട്ടാ? അത് ഡ്യൂ ടു മൾട്ടിപ്പിൾ റീസൺസ് ആയിരിക്കും. കാരണം റീസൺ നമ്പർ എന്റെ സാഹചര്യ റീസൺസ് അനുസരിച്ച് ഇവരുടെ അവസ്ഥ ഇപ്പോൾ അവിടെ എവിടെ ആണ്, ഏത് ഈ ഭൂമിയുടെ ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടെക്നിക്കലി. അത് ഒരു പോയിന്റ്, അത് നമ്മൾ ഓർക്കുക. എന്നിട്ട് ബാക്കി എന്തായാലും. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മൾക്കിപ്പം സമയമില്ല, ബിസിയാണെന്ന് പറയുന്നത് തന്നെ. അങ്ങനെ ടെക്നിക്കലി എല്ലാവർക്കും സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്.
അപ്പം ഒരു രീതിയിൽ സമയമില്ല എന്ന് പറയുന്നത് എന്താ പറയാ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന പോലെ ഇൻഡയറക്റ്റ് ഞാൻ അങ്ങനെ കൂടുതലും ചെയ്യാറ്. അപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ. ബോധിപ്പിക്കുന്നത് ഏ? സംഭവം ലിങ്ക് അവർക്ക് പേഴ്സണലി നമ്മൾ എത്തിച്ചു കൊടുത്തിട്ട് അത് സ്റ്റാറ്റസ് ഇടാൻ പറയുന്ന ഒറ്റ സ്റ്റെപ്പ് അവേ, ജസ്റ്റ് ഒരു ക്ലിക്ക് സ്റ്റാറ്റസ് പോയി. സമയമില്ല എന്ന് പറയുന്നതിന്റെ അത്രയും ഒരു ഇതില്ല അതില്. ആക്ച്വലി സ്റ്റാറ്റസ് ഇടുക എന്ന് പറയുന്നത് അത്ര വലിയ മെനക്കെട്ട ഒരു പരിപാടിയല്ല. ലിങ്ക് ജനറേറ്റ് ചെയ്ത് അതിനകത്ത് ഓരോ അക്ഷരം മാറ്റി വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാനല്ല, നമ്മൾ കൈ കൊണ്ട് കൊടുത്തിട്ട് അതൊന്നും ജസ്റ്റ് ഞെക്കി വിടാനാണ് പറയുന്നത്. ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് അങ്ങനൊക്കെ കാണിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഒരു ജോയൽ ജോസഫ് രജി, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ CT പഠിച്ച ജോയൽ ചേട്ടനാണ് തോന്നുന്നു. അപ്പൊ പുള്ളി പറയാ ബിസി ആയിരുന്നു ഗൈസ്. അല്ല ബ്രോനെ പറ്റിയല്ല. ഓക്കെ, ആദർശ് പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നു. അതൊരു കാര്യമാണ്. നമുക്ക് അതാ ഞാനും ആലോചിക്കുന്നത്, അത്രയും ഡിഫിക്കൽട്ട് എന്താ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, അപ്പൊ നമ്മുടെ പാട്ട് അത്ര മോശമല്ലേ അവർക്ക് ഷെയർ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട് തോന്നുന്നത്? അപ്പൊ അത്രയ്ക്കും വൃത്തികെട്ട പാട്ടാണോ? നമ്മൾ ആ കൂടി പറക്കുന്ന നമ്മുടെ കുരുകിൽ എന്താന്നുള്ളൊരു പാട്ടല്ലേ ചെയ്തുള്ളൂ. അപ്പം ഇൻ ഫ്യൂച്ചർ ഇങ്ങനത്തെ ഡിസ്കഷൻ വരാൻ കാര്യം നമ്മൾ അറിയുന്ന ആൾക്കാരാ. പിന്നെ ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരാൾ ഷെയർ ചെയ്തു. ആള് ഷെയർ ചെയ്തെന്ന ഒരു അത്ഭുതമാണ്. ക്ലോസ് ഫ്രണ്ട്സിന്റെ അകത്താണ് ഷെയർ ചെയ്തത്. എനിക്ക് മനസ്സിലാവണില്ല, ഇത് ബൈ ആക്സിഡന്റ് ആണോ അതോ മനഃപൂർവ്വമാണോ എന്ന്. ഓവറായിട്ട് ഫേമസ് ആണെന്ന് വിചാരിച്ചായിരിക്കും. ഫേമസ് ആയ കൈ നിൽക്കും. അതെ. അല്ല, ഈ പുള്ളിക്കാരന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു 200 പേര് അടുപ്പിച്ചുണ്ടെങ്കിൽ അതൊരു വിഷയമല്ലല്ലോ. അപ്പൊ ബ്രോ ഒന്ന് ആലോചിച്ചോക്കെ, 200 പേരാണ് ക്ലോസ് ഫ്രണ്ടെങ്കിൽ, അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ, നോർമൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറി ഇടുമ്പോ എത്ര പേരായിരിക്കും കാണുന്നത്? അത്രയും പേര് കണ്ട എന്താ പ്രശ്നം? അതും ഒരു 200 പേര് കാണും. ഇത് മറ്റേ നമ്മുടെ ഫിനാൻസ് ഹെഡ് ആയിട്ടുള്ള ഡാനി ചെയ്യുന്ന പോലെ. ഡാനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സിന് എത്തിടും. ഡാനി അത് അതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്ത് ഡാനിക്ക് എന്തെങ്കിലും ഇടാം. ക്ലോസ് ഫ്രണ്ട്സിന് വെളിയിലോട്ട് പോകുമ്പോൾ ഡാനി ഇസ് ആറ്റ്മോസ്റ്റ്ലി ഫിലോസഫിക്കൽ. അപ്പം അപ്പൊ ബാക്കി മറന്നുപോയി. തേങ്ങ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതാരാണ്? അലംബ്രോ ഉണ്ടോ ഇതിനകത്ത്? എന്റെ മൈക്ക് വർക്ക് ആവുന്നില്ലായിരുന്നു. ബ്രോ അതാണ് ഞാൻ എണ്ണിയത്, ആളെണ്ണം കൂടുതലുണ്ട്. തുടക്കത്തിൽ അലംബ്രോ വന്നില്ലെന്ന്. ഓക്കെ, ഹലോ ഗൈസ്, നമ്മൾ ഒരാളെയും കൂടെ പറയാൻ വിട്ടുപോയി. നമ്മുടെ പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ടാണ് വന്നത് നമ്മുടെ അലൻ ബ്രോ. നമ്മുടെ കുരികിലിന്റെ ഫസ്റ്റ് നമ്മൾ ഫീച്ചേർഡ് ആർട്ടിസ്റ്റും കൂടെയാണ് അലൻ ബ്രോ. അപ്പം വെൽക്കം ടു സീൻ പോഡ്കാസ്റ്റ് അലംബ്രോ. അലംബ്രോന് ഈ സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത്? അലംബ്രോ ഇതുപോലത്തെ സിറ്റുവേഷൻസിൽ കൂടി പോയിട്ടുണ്ടോ? എങ്ങനെ നമ്മൾ ഇത് ഓവർകം ചെയ്യും? ഇതൊരു വലിയൊരു ടോപ്പിക് ആണ്. ബട്ട് സി ലൈക്ക് ആൾക്കാര് എന്ന് പറയുമ്പോ നമ്മൾ പറയുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ ദേ ആർ വെരി ക്ലോസ് ടു അസ്. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ തിങ് ഈസ് സംടൈംസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദെയർ പ്രയോറിറ്റീസ്. Maybe they might be busy, but still, the reason we put out our content, the reason നമ്മള് contents അല്ലെങ്കിൽ songs, like we put out songs so that people can hear them. So ആ ഒരു സംഭവം നടന്നില്ലെങ്കിൽ like it discourages us a lot, you know. So like അതൊരു important fact ആണ്. Like so everyone please share. സത്യം. കാര്യം നമ്മളെല്ലാരും ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ട് ആൾക്കാരാ, ഓരോന്നൊക്കെ ചെയ്യുന്നവരാ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ശരി, പുതിയൊരാൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്ന ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷെ നമ്മളെ ഇത്ര വർഷമായിട്ട് അറിയുന്നത്, നമ്മളെ ഇത്രയും നമ്മുടെ ഒരു ഗ്രോത്ത് കാണുന്ന ആൾക്കാരാ. അവര് ഷെയർ ചെയ്യാൻ മടിക്കുന്നോന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ചമ്മല് പോലെ എന്തോ ഉണ്ട്. അങ്ങനെ നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ കേൾക്കുന്നവര്, നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട്, നല്ലൊരു ക്രിയേറ്റീവ് ഒരാളുണ്ടെങ്കിൽ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പൈസ കൊടുത്തും ഒന്നും ചെയ്യാൻ പറ്റൂല.
നിങ്ങൾക്ക് കൂടെ ഇരുന്ന് പാട്ട് എഴുതാനോ പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ അവരെ ഒരു ചെറിയൊരു സപ്പോർട്ട്, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സ്റ്റേറ്റസ് ഒക്കെ ഇടുക, അതൊക്കെയല്ലേ നമുക്ക് പറ്റുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതല്ലേ. പിന്നീട് നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യും? പറയൂ ഗൈസ്, എങ്ങനെയായിരിക്കും നമ്മളിത് ഓവർകം അല്ല, ഈ സിറ്റുവേഷൻ നമുക്ക് എന്തായാലും ആൾക്കാരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ. കാര്യം നമ്മൾ എൻഡ് ഓഫ് ദ ഡേ വ്യൂസ് മാറ്റേഴ്സ്. അപ്പം എന്ത് ചെയ്യും? പേഴ്സണലി അയച്ചു കൊടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ പോട്ടെ. രണ്ടാമത് വീണ്ടും പേഴ്സണലി അയച്ചു കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റിൽ 2 ഇട്ട് കൊടുക്കണം. ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാറ്റസ് ഇടുന്ന പേഴ്സണലി അയച്ചു കൊടുക്കുക, വെറുപ്പിക്കുക മാക്സിമം. പിന്നെ ഫോളോ അപ്പ് ഇട്ടോ ഇട്ടില്ലയോ എന്ന് അറിയാം. നാലാമതൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന എക്സ്ട്രീം കേസസിൽ മാത്രം ഫോളോ ചെയ്യുക. ശ്രദ്ധിച്ചു പറയാ, നിങ്ങൾ ഒരുപാട് ക്ലോസ് ആണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ പുള്ളിക്കാരന്റെ നല്ല നല്ല ഫോട്ടോസുകൾ കാണും. അതും കൂടി എന്റെ കൂടെ അയച്ചു കൊടുക്കുക. ഇത് വർക്ക്ഔട്ട് ആവുമെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് അയച്ചിട്ട് രണ്ടാം സ്റ്റെപ്പ് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചു, കൈൻഡ്ലി പ്ലീസ് ഷെയർ. പിന്നീട് ജെന്റ്ലി റിമൈൻഡർ, പ്ലീസ് ഷെയർ. അവസാനം ഷെയർ, കുറച്ച് ഡു ഇറ്റ്, പിന്നെ ഷെയർ, പിന്നെ കത്തിയുടെ എമോജി ഇട്ട്. പിന്നെ ഞാൻ എല്ലാവരും വിളിച്ചു, ആരും എടുത്തില്ല. പിന്നെയും വിളിച്ചു, ആരും എടുത്തില്ല. പിന്നെയും വിളിച്ചു, ആരും എടുത്തില്ല. ഞാൻ അങ്ങനെ ഇന്നലെ ഏകദേശം കുറച്ചു വരെ 12 മണി വരെ വിളിച്ചു. എന്നിട്ട് ഒരാള് രാവിലെ വിളിച്ചപ്പോ എടുത്തിട്ട്, ബ്രോ ഞാൻ ഇപ്പൊ എഴുന്നേറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ബ്രോ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്, നിങ്ങൾ പരിപാടിക്ക് ഒന്നും ചെയ്തില്ല, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ് എന്ന് പറഞ്ഞിട്ട് വെച്ചു. പരിപാടിന്റെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ബ്രോ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് കോള് വെച്ച് മേ ബി 1 മണിക്കൂർ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൊ സ്റ്റേറ്റസോ സ്റ്റോറിയോ മേ ബി 1 മണിക്കൂറാണെന്ന് തോന്നുന്നു, കഴിഞ്ഞിട്ട് ഇട്ടു. ഇതായിരുന്നു എന്റെ സ്റ്റെപ്സ്. ഇനി നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് എടുക്കണം, ഇന്നോവേറ്റീവ് സ്റ്റെപ്സ് വേണം. ഇപ്പൊ അഖിൽ ചേട്ടൻ പറഞ്ഞ ഒരു കിടില ഐഡിയയാണ്, ഫോട്ടോസ് ഉണ്ടെങ്കിൽ അങ്ങനെ അയക്കാം. പക്ഷെ ഈ വാട്സാപ്പ് കണ്ടിട്ട് ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, അങ്ങനത്തെ നമ്മൾ എങ്ങനെ പോക്കും? How to put status within 10 seconds. ഗൂഗിൾ പേ കൊണ്ടൊന്ന് നോക്കുക അവർക്ക് രണ്ടാമത്, അതൊരു നല്ല ഓപ്ഷൻ. ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കുക ലിങ്ക്. അപ്പൊ വിചാരിക്കും പൈസയാണ്. അത് അയച്ചു കൊടുക്കല്ലേ. ആദ്യമേ 1 രൂപ അയച്ചു കൊടുക്കുക, അതിന്റെ പുറകെ ഈ ഒരു ലിങ്കും. 1 രൂപയൊന്നും വേണ്ട. ലഡ്ഡു അയച്ചു കൊടുത്താൽ മതി. ലഡ്ഡു അയച്ചു ഇല്ല, ഞാൻ ഇപ്പൊ തന്നെ അയക്കാൻ പോവാ. ലിങ്ക് ഏതായിരുന്നു? ജയിലിൽ കിടക്കും. കിട്ടി. ജയിലിൽ കേട്ടോ, അവർക്കൊക്കെ ആണെങ്കിൽ അയച്ചു കൊടുക്കുക. ജയിലിൽ മിനിമം കാണത്തില്ലേ. ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കാം. ആർക്ക് അയച്ചു കൊടുക്കണം ആദ്യം? ഒരാൾക്ക് മെസ്സേജ് അയച്ചു, പ്ലീസ് ഷെയർ. എല്ലാവരും അയക്കണം. ഫസ്റ്റ് വാട്സാപ്പിൽ അയക്കണം, ഇൻസ്റ്റാഗ്രാമിൽ അയക്കണം, ടെലിഗ്രാമിൽ അയക്കണം, പിന്നെ ഗൂഗിൾ പേയിലും. എന്തായാലും നീ ഇത് അയക്കാം, അതിന്റെ കൂടെ QR കോഡ് വെക്ക്. ശരിയാ, ഫണ്ട് റേസിംഗ്. ഫോട്ടോ അയക്കാൻ പറ്റുമോ? ഗൂഗിൾ പേ ഷെയർ ചെയ്യാത്തവര് QR കോഡിൽ 1000 രൂപ ഇടാന്ന് പറഞ്ഞിട്, അപ്പം ഷെയർ ചെയ്യും. Share it with proof or else you have to give $1000. അടിപൊളി. ഇല്ല, മറ്റേ പിക്ചർ അയക്കാൻ പറ്റത്തില്ല കേട്ടോ ഗൂഗിൾ പേയില്, മെസ്സേജ് മാത്രം പറ്റത്തുള്ളൂ. റിക്വസ്റ്റ് ഇടാല്ലേ? റിക്വസ്റ്റ് ചെയ്യാം. 1 മില്യൺ. ഇതെന്തായാലും പോയിരിക്കൂല. ഓ ഗൈസ്, ഇന്നോവേറ്റീവ് ഐഡിയാസ് കൈൻഡ് ക്രീപ്പി, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേറെ വഴിയില്ല. കാര്യം നമ്മുടെ ചാനൽ ഡെഡ് ആവാൻ പാടില്ല. നമ്മളിങ്ങനെ മാർക്കറ്റിംഗ് അറ്റ് ഇറ്റ്സ് പീക്ക്. ബൈ ദ വേ ഗൈസ്, അപ്ഡേറ്റ്, നമ്മുടെ പ്രോഗ്രാം നന്നായിട്ട് പോയി. പ്രോഗ്രാം ഏറ്റവും അടിപൊളിയായിട്ട് പോയി. ഈ പറയുന്ന ഒരു ആൾക്കാരുടെയും ഒരു ഹെൽപ്പും ഇല്ലായിരുന്നു. സ്റ്റിൽ ദൈവം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ദൈവം എല്ലാം ചെയ്തു, ഒന്നിനൊരു കുറവുണ്ടായില്ല. പലര് ക്യാമറയൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമറയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മളല്ല, ദൈവം സെറ്റ് ചെയ്ത് തന്നു.
ഒരു വലിയൊരു ടെസ്റ്റ് മണിയാണ് ഗൈസ്, അല്ലേ? അഖിൽ ചേട്ടാ അതിനെ പറ്റിയൊരു 4 വാക്ക്. അഖിൽ ചേട്ടനാണ് എല്ലാം മാനേജ് ചെയ്തെല്ലാം സെറ്റപ്പ് ചെയ്ത, നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അഖിൽ ചേട്ടാ. ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. 4 വാക്കിൽ നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണ്. എന്നാൽ 4 വാക്കിൽ ഒതുങ്ങുന്നതല്ല. അത് വളരെ വലിയൊരു ഗ്രേസ് ആയിരുന്നു, അനുഗ്രഹമായിരുന്നു. 1 വീക്ക് കൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തു എന്നല്ല, ദൈവം പ്രവർത്തിച്ചു. നമ്മളത് നമ്മളിൽ കൂടെ അത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കാരണം ലോട്ട് ഓഫ് തിങ്സ് ഹി പുട്ട് ടുഗദർ ആൻഡ് പ്രോഗ്രാമിന്റെ അന്ന് ഈവനിങ് ഇറ്റ് വാസ് സ്പോട്ട് ഓൺ. നമുക്ക് എല്ലാ അറേഞ്ച്മെന്റ്സും കംപ്ലീറ്റ് ആയി ആൻഡ് പ്രോഗ്രാം തീർന്നു കഴിഞ്ഞിട്ടും ക്ലോഷറും ഇറ്റ് വാസ് വെരി വെൽ ഡൺ ആൻഡ് ഒരു ബ്ലെസ്സിങ് തന്നെ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും പ്രോഗ്രാമിന് വരാത്തവരുടെ കയ്യിൽ നിന്ന് പോലും എന്റെ വീട്ടിൽ പോസിറ്റീവ് റിവ്യൂസ് 2 ദിവസം കഴിഞ്ഞപ്പോ വന്നു. ലൈവ് കണ്ടവരിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും പോസിറ്റീവ് റിവ്യൂസ് വന്നു. സോ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കത് കാണാം. നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൽ കൂടെ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് ഡെഫിനറ്റ്ലി you all of us can see it, all of us have seen it. സീൻ അതാണ്. വേറെ ഒന്നുമില്ല പറയാൻ. വേറെ എന്തെന്ന് പറയാൻ, വേറെ ഇല്ല. ഈ നമ്മൾ നടന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഇതാണുള്ളത് പറയാൻ. ഇനി നമുക്ക് അടുത്തത്, ഇനി നടക്കാൻ പോകുന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് പറയാം. അതിപ്പോ പറയാൻ പറ്റൂല. ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും ആ ഒരു അനൗൺസ്മെന്റും കൂടെ ചെയ്യാം. നമ്മൾ അടുത്തൊരു പ്രോഗ്രാമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. ഒരു സംതിങ് വെരി സ്പെഷ്യൽ, ഭയങ്കര ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ അതിൽ സ്റ്റേ ട്യൂൺ. ഓക്കെ ഗൈസ്, നമ്മുടെ വിഷയത്തേക്ക് തിരിച്ചു വരാം. എനി അതർ ഐഡിയാസ് how to tackle this situation? അതെന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. ഇങ്ങനത്തെ ആൾക്കാരെ പിടിച്ചിട്ട്, ഇപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരെ നമുക്കറിയാം, നമ്മൾ കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കി. ഇവർക്ക് ആ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ആ പ്ലാൻ ചെയ്യും? അല്ല, അതിനു വേണ്ടി ആഡ് ഇപ്പൊ കൊടുക്കാം. ജോയിൻ. അപ്പൊ ഗൈസ് എന്തായാലും പറയാം, അവരൊന്നും കേൾക്കാൻ പോകണില്ല, അതുകൊണ്ട് സീനില്ല. അപ്പം ട്രഷർ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. നമ്മള് ഒരു ബോക്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കും വീട്ടില്, ഫ്രം കുരികിൽ ടീം എന്നും പറഞ്ഞിട്ട്. താങ്ക് യു ഫോർ യുവർ, എന്താ പറയാ, എങ്ങനത്തെ താങ്ക് യു ഫോർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് എന്തോ എഫേർട്സ് യു പുട്ട് ഇൻ ടു സപ്പോർട്ട് എഫേർട്സ് എല്ലാ ഡിക്ഷണറിയിലുള്ള എല്ലാം എടുത്തിട്ടിട്ട് താങ്ക്സ് പറഞ്ഞതിന് ശേഷം നമ്മള് എന്താ പറയാ ഒരു ബോക്സ് അയച്ചു കൊടുക്കും, ഫ്രം കുരികിൽ ടീം എന്ന് പറഞ്ഞിട്ട്, വിത്ത് ലോട്ട്സ് ഓഫ് ലവ് അയച്ചു കൊടുക്കും. ഇവര് തുറക്കുമ്പോ നമ്മൾ അതിൻ്റെ അകത്തൊരു കല്ല് വെച്ചായിരിക്കും അയക്കുന്നത്. അപ്പൊ നല്ല വെയിറ്റ് ഉണ്ടാവും. അവിടെ നിന്ന് എടുത്ത് ഞാൻ തുറന്നു നോക്കുമ്പോ കല്ലും കാണാൻ എൻ്റെ അടിയിൽ ഒരു QR കോഡും കാണും. QR കോഡ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് അവർ ട്രഷർ ഹണ്ട്. ഈ ട്രഷർ ഹണ്ട് 1 million of worth of gifts കിട്ടുന്ന ട്രഷർ ഹണ്ടാണ്. നമ്മൾ ഈ സിറ്റിന്റെ പല ഭാഗത്തായിട്ടാണ് അത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മൾ സിറ്റി മൊത്തം കറക്കിക്കും. അവരെ കറക്കിച്ച് അവസാനം അവർക്ക് എവിടെയെങ്കിലും നമ്മളൊരു QR കോഡ് വെച്ചേക്കും. ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഒരു സംഭവം വരും. നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസ് അവരുടെ 5 ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ പറയും. 5 ക്ലോസ് ഫ്രണ്ട്സ് എന്നിട്ട് അവർ അയച്ചു കൊടുക്കുന്ന 5 ക്ലോസ് ഫ്രണ്ട്സ് അവരുടെയൊക്കെ 5 ക്ലോസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട്സ് പ്ലസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട സ്ക്രീൻഷോട്ട്സ് ഈ നമ്മുടെ കണ്ടസ്റ്റന്റിന് അയച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മുടെ കണ്ടസ്റ്റന്റ് ഈ നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഇത് അപ്ലോഡ് ചെയ്യണം. സിമ്പിൾ, വളരെ സിമ്പിൾ ഗെയിമാണ്. അത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഒരാൾ അതിനെ റിവ്യൂ ചെയ്തിട്ട് അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കും. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് അവർക്ക് പ്രൈസ് മണി ആയിട്ട് കൊടുക്കുന്നത് താങ്ക് യു, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ നമ്മുടെ ഡൊണേഷന്റെ ആ ഒരു QR കോഡ് അയച്ചു കൊടുക്കുക, ഡാനി സപ്പോർട്ട് ഡാനി എന്ന് പറഞ്ഞിട്ടുള്ള, അത്രേ ഉള്ളൂ.
സേവ് ഡാനി. സേവ് ഡാനി. നിങ്ങൾ 1 രൂപ തരുമ്പോ 1 ഡാനിയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. ഓരോ മിനിറ്റിൽ ഓരോ ഡാനി. ഓരോ പൈസക്കും ഡാനി വീട്ടിലോട്ട് അടുത്തോണ്ടിരിക്കും. അത് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ തുടങ്ങിയല്ലോ, സേവ് ഡാനി. സേവ് ഡാനി ഫ്രം വാട്ട്? അല്ലെങ്കിൽ ഐ പ്രിഫർ ഡാനി കൺസൾട്ടേഷൻ ഫർം. 1 രൂപയ്ക്ക് ഡാനിയായിട്ട് 1 മിനിറ്റ് സംസാരിക്കാം. ഗൈസ്, നിങ്ങൾ സംസാരിക്കൂ, നിങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകണം. തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ അവിടെ പോയതല്ലേ? എനിക്ക് എന്നെ പിന്നെ വിളിക്കുന്നു. ഗൈസ്, നിങ്ങൾ ഡിസ്കഷനെ പറ്റി നിന്റെ വീട്ടിൽ ആ ഫെസിലിറ്റി ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, മ്യൂട്ട് ആക്കിട്ട് പോണേ. ഇല്ലെങ്കിൽ പോഡ്കാസ്റ്റ് എക്സ്ക്ലൂസീവ്. എങ്കിൽ നാളെ ഇംഗ്ലീഷ് ന്യൂസിൽ കാണാം. അഖിൽ ചേട്ടാ, അത് ഷെയർ ചെയ്യുന്ന IPC എടുക്കാൻ പറ്റുമോ? ഇല്ല, ഇതില് നമ്മൾ ഷെയർ ചെയ്യുന്നതെല്ലാം വെറും PC-യിൽ പോലും എടുക്കാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. ബ്രോ, അഖിൽ ബ്രോ, നമ്മുടെ ലീഗൽ സൈഡും കൂടെ ഒന്ന് പറയൂ ഷെയർ ചെയ്യുന്നതിനുള്ള. നമ്മുടെ ലീഗൽ സൈഡിൽ ഇപ്പൊ ലീഗലായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. അതാ ഞാൻ ചോദിച്ചേ. അത് മാത്രമേ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് പറയാൻ വേറൊന്നുമില്ല. ഒരു ലീഗൽ ടീമിനെ ഞാൻ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അല്ല, അങ്ങനല്ല. ലൈക്ക് ഇപ്പൊ കേൾക്കുന്നവർക്ക് അതായത് ഷെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഐ മീൻ കുറ്റകരമായ എന്തെങ്കിലും ഉണ്ടോ? ഷെയർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഷെയർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇതേ കോൺസിക്വൻഷ്യാലിറ്റി ഷെയർ ചെയ്യാതിരിക്കുന്നതിലും തെറ്റില്ല. ഇവിടെ ലീഗൽ സൈഡല്ലേ ചോദിച്ചത്? രണ്ടും തെറ്റില്ല ലീഗൽ സൈഡ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ലീഗൽ സൈഡ്സിന് ഓൾവേസ് ഹാവ് എ സ്റ്റേറ്റ് ഓഫ് ന്യൂട്രാലിറ്റി. അത് റൈറ്റ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇസ് അവൈലബിൾ ഫോർ എവരിബഡി. സോ ദേ ഹാവ് ദ റൈറ്റ് ടു ചൂസ്. ഇപ്പൊ ലീഗൽ സൈഡിൽ വെച്ചിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, അവർ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ ഷെയർ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. പുതിയ നിയമമെല്ലാം കൊണ്ടുവരാൻ പറ്റുമോ? ഷെയർ ചെയ്യാതിരിക്കുന്നത് തെറ്റാന്ന് പറഞ്ഞു. വി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്കിപ്പം അതിനെ കുറിച്ച് നമുക്ക് ഇരുന്ന് ആലോചിക്കാം. എന്താണ് നിങ്ങളുടെ സജഷൻസ് ഇതിന്റെ അകത്ത്? 10 വർഷം കഠിന തടവ്. പ്ലസ് അരിയുണ്ട തിന്നണം, ചപ്പാത്തി ഒന്നും ഇല്ല. അതിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവിടത്തെ ഡയറ്റ് നമ്മളല്ല തീരുമാനിക്കുന്നത്. സോ അത് സെക്ഷനിൽ വരത്തില്ല. ഈ ഇത്രയും കഠിന തടവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് അത്രയും സ്ഥലം അവിടെ കാണാൻ വഴിയില്ല ഇത്രയും പേരെ കൊള്ള. സോ അതിനൊരു പോസിബിലിറ്റി ഞാൻ കാണും. മിക്കവാറും കുറെ പേര് കാണും. ഇത് സെയിം പോഡ്കാസ്റ്റ് തന്നെയാണോ? ഇതിലെ മേജർ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് അങ്ങോട്ടും ഒരുപാട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. നമ്മൾ വിഷയത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ രാത്രി 1:30 പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് വിഷയം. അഖിൽ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ പടയപ്പ. ഞാൻ മാത്രല്ല, ഇവിടെ പലരും അങ്ങനെയാണ്. ആരംഭമാണ് സെറ്റാ. 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ റിലേ ശരിയാകത്തുള്ളൂ. എനിക്കിപ്പോഴാ രാവിലെയൊക്കെ കിളിയാണ് ഈഗിൾ. അലംബ്രോ അമേരിക്കൻ കലണ്ടർ ഫോളോ ചെയ്യുന്ന പാർട്ടിയാണ്. അവിടെയൊക്കെ ഇങ്ങനെ. അതെ അതെ. അവിടെ ഓണമൊക്കെ ഉണ്ടോ? അമേരിക്കൻ കലണ്ടർ ഓണമൊക്കെ ഉണ്ടോ? ഇല്ല. ശരി.
നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ഒരാള് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി തന്നു, അപ്പം നിങ്ങൾ എന്താണ് ആദ്യമേ ആലോചിക്കുന്നത്? ആദ്യമേ കണ്ടന്റ് ആരാണ്? അതാണ് ഫസ്റ്റ്. ഓക്കെ, നല്ല കണ്ടന്റ് ആണ്, ക്ലോസ് ഫ്രണ്ട് ആണ്. കണ്ടന്റിലോട്ട് പോവൂല, അതിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ. കണ്ടന്റ് ഒക്കെ പിന്നെയാണ്. ഇതാരാണ് ഫസ്റ്റ് തിങ്. എന്നിട്ട് സ്റ്റെപ്പ് 1 ഇതാരാ, സെക്കൻഡ് സ്റ്റെപ്പ് ഇതാരാണ്, സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 ഇത് റീഡ് ചെയ്യണോ വേണ്ടയോ. സ്റ്റെപ്പ് 2 കേട്ടോ, ശ്രദ്ധിച്ചാകണം. അപ്പൊ ഇതിൽ നമ്മുടെ ഇപ്പൊ ഇവിടെ തൊട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നമ്മൾ ഇത് വേണ്ട, വായിക്കണ്ട, അവിടെ കിടന്നോട്ട് അൺറെഡിൽ പോവും. നമുക്ക് പരിചയമുള്ള ആളാണെങ്കിൽ നമ്മൾ ആലോചിക്കും, ഇത് പരിചയമുണ്ട്, കേറണോ വേണ്ടയോ, റീഡ് ചെയ്യണോ വേണ്ടയോ. ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ റീഡ്. ഇത് ഇപ്പൊ തന്നെ 3 ഓപ്ഷൻസ് വന്നു. 3 ഓപ്ഷൻസ് വന്ന് റീഡ് ചെയ്യും എന്നുള്ള സ്ഥിതിയിലാണ് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവുക. എന്താണ് അയച്ചത്, വാട്ട് ഇസ് പർപ്പസ്, എന്താണ് ഇതെന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അവർ എന്താണ് എന്ന് അവർ നോക്കി, അവർ കണ്ടു. കണ്ടന്റ് അവർ ഇവിടെ നമുക്ക് വി കൻ കാറ്റഗറൈസ് ഹോൾലി. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുന്നവര്, കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാതിരിക്കുന്നവര്, കണ്ടന്റ് കണ്ട് തീർക്കാൻ പറ്റാത്തവര്, കണ്ടന്റ് കണ്ടിട്ടും കാണാതിരിക്കുന്നവര്, ആൻഡ് ലാസ്റ്റ് ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ദ ലീസ്റ്റ്, റീഡ് ചെയ്തിട്ട് കണ്ടന്റ് കാണാത്തവര്. പ്രൈസ് ദി ലോർഡ്, ഐ ആം ബാക്ക്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിംപ്ലിസിറ്റിക് ആയിട്ട് തീരത്തില്ല. ഇറ്റ് ഈസ് എ ഹ്യൂജ് അറേ ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ദെയർ യൂസ് ഓഫ് ഹാബിറ്റ്സ് ആൻഡ് ചോയ്സ് ഓഫ് മേക്കിംഗ് തിങ്സ്. മാൻ, ഇത് എഴുതി വെക്കണം. എത്ര സ്റ്റെപ്പ് ഉണ്ട് മൊത്തം? ഇതൊക്കെ സബ്കോൺഷ്യസ്ലി നടക്കുന്നതാണ്. ബട്ട് സീരിയസ്ലി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ചാൽ, നിങ്ങളുടെ ഫോണുകളിൽ നിങ്ങൾ ആലോചിക്കുക, ചാറ്റുകൾ, നിങ്ങൾ എത്ര ചാറ്റുകൾ അൺറെഡ് ഇട്ടിട്ടുണ്ട്. അതുപോലത്തെ കാറ്റഗറീസ് നമ്മളെ പലരും ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. മനസ്സിലായ? ബ്രോ, പക്ഷേ ഇതിൽ നമുക്ക് ഇനി ലീഗൽ ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ലീഗാലിറ്റി കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു. ചെയ്തോ ബ്രോ? ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഞാൻ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇവർ ചെയ്യുന്നത് ഇവർക്ക് ഷെയർ ചെയ്യാം, അതിന് ഒരു വിഷയമില്ല. അതിന് എല്ലാത്തിനും ലീഗൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇവർക്ക് ഷെയർ ചെയ്യാതെ ഇരിക്കാം, അതിനും അവർക്ക് ലീഗൽ സപ്പോർട്ട് ഉണ്ട്. ഇറ്റ്സ് റൈറ്റ് ടു ചൂസ്, അതെല്ലാവർക്കും ഉണ്ട്. ഡിപ്പൻ ചേട്ടൻ ചോദിക്കുന്ന സീനാണോ ഗൈസ് എന്ന്. ഡിപ്പൻ ചേട്ടൻ ഉറങ്ങിയില്ല, അതെന്താ ഉറക്കമില്ലാത്ത പരിപാടി? ഗോ സ്ലീപ്പ്. ഇത് തന്നെ പരിപാടി. നമ്മളിവിടെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. നമുക്ക് ഈ നാടിനെ മറിക്കണം. ഓ, ഇന്ന് പക്ഷെ സീനെന്ന് വെച്ചാല് എന്നൊരു പൊറോട്ട കഴിച്ച് വീട്ടിലാരും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇച്ചിരി പ്രശ്ന. വീട്ടിൽ ആരൊക്കെ പൊറോട്ട കഴിച്ചു? പപ്പയമ്മേ. ബ്രോ, അതിന്റെ ലീഗൽ സൈഡ് നമുക്ക് കടക്കാരനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. പൊറോട്ട ഒരു ലീഗൽ സൈഡിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സോഷ്യൽ സൈഡും കൂടി ഉണ്ട് അതിന്റെ അകത്ത്. അത് നിങ്ങൾ ആലോചിക്കണം. കേരളത്തിന്റെ സോഷ്യൽ കൺസ്ട്രക്റ്റീവ് പെട്ട ഒരു സാധനമാണ്. വെറും ലീഗൽ സൈഡ് ഒതുക്കരുത് പൊറോട്ട. അത് വളരെ ബ്രോ, ഇപ്പൊ ഒരു സംഭവം വന്ന വാർത്ത അറിഞ്ഞോ? പൊറോട്ടയുടെ ഗ്രേവി കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. കൊടുക്കത്തില്ലെന്ന്. കൊടുക്കണ്ടെന്ന് കോർട്ട് പറഞ്ഞു. പക്ഷെ വേറൊരു മാമൻ അതിനെതിരെ കേസ് പോയിട്ടുണ്ട്, ഹൈക്കോടതി അപ്പീൽ പോയിട്ടുണ്ട്. ഇത് കൊടുത്തിട്ടേ വേറെ കാര്യം. അങ്ങനെ ഗ്രേവി ഇല്ലാതെ ഈ കഥ മുമ്പോട്ട് പോകൂല. ആൻഡ് വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. വേൾഡിലെ 5th ബെസ്റ്റ് ബ്രെഡ് ആയിട്ട് ഇപ്പോ നമ്മുടെ കേരള പൊറോട്ടയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ
ഈ ഫീഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അതിന്റെ സത്യാവസ്ഥ എത്രയെന്ന് അറിയത്തില്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ താങ്ക് യു. അതും താങ്ക് യു. യെസ് കണ്ടിന്യൂ. സോ അപ്പം പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് രണ്ടും പൊറോട്ടയ്ക്കും ഉണ്ട് സംഭവം. പക്ഷെ നമ്മൾ വിഷ് ചെയ്തല്ലായിരുന്നു, ആയിരുന്നില്ലല്ലോ. ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്ലേറ്റ് പൊറോട്ടയും ഒരു ബീഫും. ഓൺ സെറ്റ് ബൈ അഖിൽ ബ്രോ. അതിനുള്ള ബഡ്ജറ്റ് നമ്മളെ ഈ ഫൈനാൻഷ്യൽ ഇയറിലോ അടുത്ത Bro, ഫൈനാൻഷ്യൽ ഇയറിലോ ഉണ്ടാകാൻ അല്ല, പോകുന്നില്ല. അത് ഡാനിക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട് ഷെയർ ചെയ്യാനല്ലേ? ബ്രോ. അത് പേടിക്കണ്ട, ഡാനിക്ക് അതിന് ഷെയർ നല്ല ചെയ്യുന്ന എല്ലാവരും സൊല്യൂഷൻ ഉണ്ട്. ഇങ്ങോട്ട് ഒരു പൊറോട്ടയും ഒരു ബീഫും വാങ്ങിച്ചു പൊറോട്ട കട തരുമെങ്കിൽ തുടങ്ങും ഡാനി ബ്രോ. അല്ല, ഡാനി ബ്രോയുടെ കല്യാണത്തിന്റെ പ്ലാൻ എങ്ങനെയാണെന്നറിയോ? അത് സീനാണ്. പുള്ളി ഫുഡിന്റെ ഫോട്ടോ വെച്ചേക്കും. QR കോഡ്. അത്രേ ഉള്ളു. അതുപോലെ എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുക്കും, അത്രേ ഉള്ളു. നമ്മള് ബിരിയാണി കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുന്നുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല അയച്ചെടുക്ക. അല്ല പിന്നെ എനിക്ക് ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ട ഫസ്റ്റ് ഡൗട്ട്, ഡാനി ബ്രോ ഫുഡിന് മാത്രമായിരിക്കും ഫോട്ടോ വെക്കുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ഡാനി ആയിട്ടുള്ള ചർച്ചയിൽ നമുക്ക് ചോദിക്കാം. നമ്മൾ പിന്നെയും വിഷയത്തിൽ നിന്ന് തെറ്റി മാറുന്നു. കല്യാണമായി. കേൾക്കുന്നുണ്ടോ? യെസ്. അപ്പൊ നമ്മുടെ വിഷയം എന്തായിരുന്നു? ഞാൻ മറന്നുപോയി. എന്തായിരുന്നു വിഷയം? Why no one sharing our content? യെസ്, വൈ നോ വൺ ഈസ് ഷെയറിങ് അവർ കോണ്ടന്റ്. എന്താണ് എനി അതർ റീസൺസ് വൈ? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റീസൺ ഇതൊക്കെ തന്നെ കാരണം. അല്ല, എനിക്ക് തോന്നുന്നു കൊള്ളത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യാത്തത്. അങ്ങനത്തെ ഉള്ളത് ചെയ്യണ്ടല്ലേ. നമുക്കിനി ഇങ്ങനെയുള്ളവരെ നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് മൂവ് ഓൺ ചെയ്യണം. ഇപ്പൊ എന്താണ് ഗൈസ് തീരുമാനം? നോക്കി നിൽക്കണോ അതോ ഇവരെ പിന്നെ നമ്മള് കൺസിഡർ ചെയ്യണോ ഇനി ഇൻ ഫ്യൂച്ചർ? എന്താണ് ബൈബിൾ പറയുന്നത്? അലം ബ്രോ. ബൈബിളിൽ നമ്മൾ പറയുന്ന പോലെ ട്രസ്റ്റ് ഇൻ ഗോഡ് മോർ ദാൻ മാൻ. യുനോ, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. വെൻ സിറ്റുവേഷൻസ് കം വി ഹാവ് ടു യുനോ നമ്മള് ചിലപ്പോ ഒറ്റപ്പെടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് യെസ്, ആൻഡ് ഓൺലി ഗോഡ് വിൽ ബി ദേർ ടു സേവ് us. So we put all our hopes on God. പരിപാടി അടുത്തപ്പം നമ്മുടെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ ദൈവം തന്നെയാണ്. നമുക്ക് ആദ്യം വെന്യൂ കിട്ടുമായിരുന്നു, അത് കറക്റ്റ് കിട്ടി. പിന്നെ സൗണ്ട് സമയത്ത് അപ്ഗ്രേഡ് ഒക്കെ വന്നല്ലോ. ഇപ്പൊ നമ്മുടെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ എപ്പോഴും ദൈവമാണ്. 0 ബഡ്ജറ്റിൽ നിന്ന് ഇത്രയും പൊക്കിയെടുക്കാമെങ്കിൽ ദൈവം കൂടെ ഉണ്ടായിട്ട് തന്നെ 5 പൈസ എടുക്കാനില്ലായിരുന്നു. എന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് ഒരു ഡെഫിസിറ്റ് പോലും ഇല്ലാതെ ഓരോ പരിപാടി നടത്തിയിട്ട് ഓരോരുത്തരുടെ ഡെഫിസിറ്റ് കാരണം നിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. അതും ജോലിയും കൂലിയുള്ളവര്. ഇത് നമ്മള് കർത്താവ് കറക്റ്റ് സമയത്ത് ഓരോരുത്തരെ എത്തിച്ച് എല്ലാം സെറ്റാക്കി. ചില പ്രോഗ്രാംസ് ഒക്കെ കുന്നിന്റെ മണ്ടയിൽ എന്നൊക്കെ കേട്ട മഞ്ഞക്കുള്ള അതെ, ഹിമാലയത്തിലാണോ എന്നൊരു സംശയം. അതെ. ചിലപ്പോൾ അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്ക് ശരിക്കും ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. കാര്യം നമുക്ക് ഇത്ര അറിയുന്നവരെ ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ ഞാൻ ആർത്തും ലിറ്ററലി ഞാൻ ബെഗ് ചെയ്യായിരുന്നു, ഒന്ന് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ ഞാൻ ആർത്തും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യമായിരുന്നു. പക്ഷെ ഞാനിപ്പോ എന്നെ ഒരു രീതിയിൽ നോക്കി കാണുന്നത്, നമുക്ക് നമ്മുടെ അടുത്ത് ചെയ്യാൻ എന്താ പറയാ, ദൈവം മറ്റുള്ള ആൾക്കാരെ പലതും നമ്മളെ പഠിപ്പിക്കാൻ മറ്റുള്ള ആൾക്കാരെ യൂസ് ചെയ്യും. അതിലൊരു പാഠമായിട്ട് ഇത് കൺസിഡർ ചെയ്യാം. ആസ് അലംബ്രോ പറഞ്ഞത്, നമുക്ക് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് മനുഷ്യരെ നോക്കി നിൽക്കാൻ പറ്റില്ല, ദൈവമാണ് എല്ലാം കരുതുന്നത്, ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മുടെ എല്ലാവരെയും കണ്ണുകൾ ദൈവത്തിലേക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ് ദൈവം ഒന്ന് പഠിപ്പിച്ചത്. എന്നാലും നല്ലൊരു ലെസൺ ആയിരുന്നു സീൻ. പക്ഷെ അത് ആലോചിക്കുമ്പോ സീനായിട്ടുണ്ട് ഗൈസ്. സീൻ പോഡ്കാസ്റ്റ് എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മള് അല്ലേ സീൻ അല്ലേ? ഉറങ്ങിയ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു ഇപ്പം? ബ്രോ മറ്റേ എവറസ്റ്റ് കയറാൻ പോയ
അതെന്താ സംഭവം, എന്താ ഏത് ഗെയിം അത്? റോൾ ബ്ലോക്സിന്റെ അത് ശരിക്കുള്ള എവറസ്റ്റ് മാപ്പാണോ അതോ? അല്ല റാൻഡം ആയിട്ടുള്ള ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഏണിയൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ കിടന്നായിരുന്നു, പിന്നെ രാത്രി എണീറ്റ് നോക്കിയപ്പോ നിന്റെ ലൈവ് സ്ട്രീം ഉണ്ട്. ക്ലൈംബിംഗ് മൗണ്ട് എവറസ്റ്റ്. അത് കണ്ടിട്ട് നിനക്ക് ശരിക്കുള്ള എവറസ്റ്റ് മാപ്പ് പോലെ തോന്നിയല്ലേ? അല്ല, ഞാൻ ബേസ് ക്യാമ്പ് ഒക്കെ അതുപോലെ ആയിരിക്കും ചെയ്തത്, കുറച്ച് പാർട്ടൊക്കെ. കോടി അല്ല സീനെന്ന് വെച്ച് കഴിഞ്ഞാ അഖിൽചാറിന്റെ അടുത്ത് വെള്ളം കുടിക്കാൻ പറഞ്ഞു. പുള്ളി ഗെയിമിന്റെ അകത്ത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അത് കുടിക്കുമ്പോ വെള്ളം കുടിക്കുന്ന സൗണ്ട് എഫക്റ്റ് ഒക്കെ ഇട്ടാ കുടിക്കുന്നത്. ഞാൻ വീഴുന്നത്, വെള്ളം കുടിക്കുന്നത്, ഏണി കേറുന്നത്, ഏണി ഇറങ്ങുന്നത്, എല്ലാത്തിനും സൗണ്ട് എഫക്ട് ഞാൻ തന്നെയാണ് ഇട്ടത്. അവരൊന്നും തന്നില്ല. ഗൈസ്, ഗ്രാഫിക്സും മോശം, അതേപോലെ സൗണ്ട് ആൻഡ് വിഷ്വൽ മീഡിയം മോശം. ബ്രോ ആ ഗ്രാഫിക്സ് തന്നെ ഫോണിന് താങ്ങുന്നില്ല. ഐ മീൻ ഗ്രാഫിക്സ് അത്രയും കൂടുതലൊന്നും അല്ല സത്യ, പക്ഷെ സ്റ്റിൽ അത് ഒപ്റ്റിമൈസ്ഡ് അല്ല ഫോൺ. സീനാണ്, ഫുൾ സീനാണ് ഗൈസ്. സീനിന്റെ അയ്യര് കളിയാണ്. നമുക്ക് കുറച്ചേരം സീൻ നമ്മളെല്ലാവരും ഓരോ ടെറസിന്റെ മണ്ടയിൽ നിന്ന് സീൻ എന്ന് നീട്ടി പറയണമായിരിക്കും രാവിലെ. നമ്മുടെ മോദിജി, ബഹുമാനപ്പെട്ട മോദിജി പറഞ്ഞ മറ്റേ കോവിഡ് സമയത്ത് പറഞ്ഞല്ലോ, മറ്റേ സംഭവം പാത്രം എടുത്തടിക്കാൻ മേളിൽ നിന്ന്. അതുപോലെ ഒക്കെ എല്ലാവർക്കും മേളിക്കൊരു സീൻ എന്ന് പറഞ്ഞാല് ബോംബ് പൊട്ടിക്കാം, ബോംബ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഒന്ന് അലേർട്ട് കൊടുത്താലോ, മോക്ക് ഡ്രില്ലാണെന്ന് പറയാം. ഓ നമ്മളതാകുമ്പോ ഫേമസ് ആവും, അതാകുമ്പോ ഷെയർ ചെയ്യേണ്ട ആവശ്യം വരൂല. മറ്റേ മനോരമനകത്ത് രാവിലെ എല്ലാവരും ഷെയർ ആയിക്കോളും, അത് കൊറേ റീച്ച് കിട്ടും. പറ്റുകയാണെങ്കിൽ ഷെഫിനെ കാണാം. മനോരമ, മാതൃഭൂമി. പത്രത്തിലെ പേര് കൊടുക്കുമ്പോഴത്തേക്ക് യൂട്യൂബിന്റെ ചാനലിന്റെ പേര് കൂടെ കൊടുക്കാൻ പറയണം. ഇങ്ങനെയായിരിക്കും വരാം. യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യാത്തതിന് കൂട്ടുകാരും കുറച്ച് ആൾ സംഘം കയറി ആക്രമിച്ചു. 3 സംഘം, 4 സംഘം, അങ്ങനെ ആയിരിക്കും പറയുന്നത്. അങ്ങനെയായിരിക്കും വാർത്ത വരുന്ന. നമുക്ക് അതിന്റെ കൂടെ വാർത്ത ഈ മീഡിയ വരുമല്ലോ, അപ്പൊ പറയാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തില്ല, കുരുകിൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, വൈറലാവും. അഖിൽ ചേട്ടൻ പുറത്തുണ്ടല്ലോ, അഖിൽ ചേട്ടൻ അകത്താവും. നമ്മൾ എത്ര അംഗ സംഘമായിട്ട് പോണമെന്ന് പറഞ്ഞൊന്നുമില്ല ഇരിക്കും. അല്ല എന്തായാലും അഖിൽ ചേട്ടാ, ഇതിപ്പോ ഗൂഢാലോചന, ഇത് തെറ്റല്ലേ? ആലോചന, ഇത് ഗൂഢമാവാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസ്. ഇപ്പൊ ബോംബെറിനായിരിക്കും അവള് പറഞ്ഞില്ലേ, ഇത് പ്രശ്നമോ? അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും എന്നുള്ള പോലെ ഇരിക്കും. കോപ്പിറൈറ്റ് ആനന്ദോടാ പറയുന്നത്. പോയി ബ്രോ 10 മിനിറ്റ് റിവേഴ്സ് അടിച്ചു, സ്കിപ്പ് അടിച്ചു. നമുക്ക് ബോംബെ ഫോളോ ഫോർ എക്സ്പ്ലോസീവ് കണ്ടന്റ്. ഹൗ ടു മേക്ക് ബോംബ്. ടപ്പേ സൗണ്ട് എഫക്ട്സ്. ലൈവ് മറ്റേ ഇതാക്കണം. എന്താണ് നമ്മളെ ലൈവ് വയലേഷൻ, പ്രൈവസി, അതോ ചിൽഡ്രൻസ് ഡേഞ്ചറസ് അങ്ങനെ വല്ലതും ഇടേണ്ടി വരുമോ? വരും. അല്ല പെട്ടെന്ന് കട്ടായി ചേട്ടൻ. അത് ഈ ഫോണിൽ ഞാൻ പുഷ് ടു ടോക്കിൽ പുഷ് ചെയ്ത് പിടിച്ചാല് ടോക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ടോക്ക് ആവുന്നില്ല. ചേട്ടാ പുഷ് ചെയ്യാൻ ഈസിയാണ്. അഖിൽ ചേട്ടൻ കിടിലാണ്, പൊളിയാണ്, അടിപൊളിയാണ് അഖിൽ ചേട്ടൻ. ഒരു സുഗമനാണ്. അഖിൽ പ്രോ വരുമ്പോ സുനാമി പോലെയാണ്. നമ്മൾ പിന്നെ വിഷയത്തിന് തെന്നി മാറുന്നു. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കിയാ, മറ്റേ കമലഹാസന്റെ സിനിമ ഏതായിരുന്നു? പുള്ളി കൊറേ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന അത് വിഷയം.
ദൃശ്യം. ദൃശ്യ ദശാവതാരം ഗൈസ് അതുപോലത്തെ ഒരു ഷോർട്ട് ഫിലിം പിടിക്കണം അഖിൽ ചേട്ടനെ വെച്ച്. ഡാനി ബ്രോ മെയിൻ വില്ലൻ. ഇല്ല വില്ലനും ഞാൻ തന്നെ മതി. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. നമുക്ക് ഷോർട്ട് ഫിലിം പിടിക്കാം അല്ലേ? അതുപോലെ സെറ്റായിരിക്കും. അതെങ്കിൽ ആര് ഷെയർ ചെയ്യും? ഇത് ഫുള്ളൊരു സീനാണല്ലോ. അയ്യോ സീൻ തമ്മിലും എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നല്ലൊരു പ്ലാൻ ഉണ്ട്. ഷെയർ ചെയ്യാത്തവരെ വെച്ച് ഷോർട്ട് ഫിലിം പിടിക്കാം. ബ്രോ അതാകുമ്പോ അവര് ഷെയർ ചെയ്യല്ലോ. അതാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഷെയർ ചെയ്യാത്തവരുടെ ലിസ്റ്റ് എടുത്തിട്ട് ഒരു ഡോക്യുമെന്ററി അവരുടെ വീടുകളിൽ നേരെ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഫീച്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. ശരിക്കും എന്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി. നമുക്ക് മനസ്സിലാക്കാം. ഹിന്റ് തരാം. അതുകൊണ്ട് മാത്രം പലരും പല പബ്ലിക് സ്ക്രീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. മെസ്സേജ് ഇട്ട പേര് ഇട്ടിട്ട് പാട്ടിന്റെ പേര് അപ്പം മനസ്സിലായി. അല്ല അങ്ങനെയല്ല. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഷെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ റീച്ച് കിട്ടി. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത കുറെ പാട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പലരും അതാ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അതിന്റെ ഒരു റിയാലിറ്റി, സാഡ് റിയാലിറ്റി ഓഫ് ബീങ് ഫേമസ്. പക്ഷെ ഇതിന്റെ ഒരു മറ്റൊരു സൈഡ്, ഇവരൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഫേമസ് ആവില്ലേ നമ്മളെല്ലാരും. അതെ അവരൊന്ന് മനസ്സ് വെച്ചാൽ. പക്ഷെ ഫേമസ് ആയാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവര് നേരത്തെ കണ്ട്, ജോയല് പറഞ്ഞു, നേരത്തെ കണ്ടിട്ടാണോ ഇനി ഷെയർ ചെയ്യാത്ത? ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ ഒരു സാധാരണ വീട്ടിലൊക്കെയാ. ഇപ്പം നമുക്ക് പൈസ ഒന്നുമില്ല ബോഡി ഗാർഡിനൊക്കെ വെക്കാൻ. അല്ല ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണോ? സീക്രട്ട് സെലിബ്രിറ്റീസ്. അറിഞ്ഞോണ്ട് ചിലപ്പോ ഷെയർ ചെയ്യാത്തായിരിക്കും. അതായിരിക്കും. വല്ല ഇലുമിനാറ്റി മെമ്പേഴ്സും അല്ലായിരിക്കും. പിന്നെ അറിയാതെ ഷെയർ ചെയ്യൂ. കാരണം നമ്മളെ 4-5 പേരെയും പിടിച്ചോണ്ട് പോകുന്നു നോക്കാൻ നാളെ. പിടിച്ചോണ്ടെന്ന് പോവെന്ന് തോന്നുന്നില്ല. മിക്കവാറും അഖിൽ ചേട്ടൻ നമ്മൾ ഒറ്റ കൊടുത്താലേ ഉള്ളൂ. അഖിൽ ചേട്ടൻ നമ്മളെ പിടിച്ചോണ്ടോ കൊലക്കുറ്റത്തിന് നമ്മളെ. അല്ല അഖിൽ ചേട്ടൻ ബാക്കി എന്ന് പറയും, ഞാൻ ഇറക്കും. എന്നിട്ട് ഫ്രണ്ടിൽ ചെന്നിട്ട് മറ്റേ മീഡിയന്റെ ഫ്രണ്ട് എന്നിട്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെ കരുതിക്കൂട്ടി ഒരാളെ ആക്രമിക്കാൻ വേണ്ടി മാത്രം. ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. ഇതെല്ലാം ഊഹാപോഹങ്ങളായിരുന്നെന്ന് ഞാൻ പറയും. അത്ര ഞാൻ പറയും. അതാണ് നമ്മുടെ അഖിൽ ചേട്ടൻ. അഖിൽ ചേട്ടനാണ് ഇൻ ഫ്യൂച്ചർ നമ്മുടെ കമ്പനി CEO. അത് രണ്ട് സൈഡിൽ നിന്ന് ഞാൻ പറയാം. അവർക്ക് ഊഹാപോഹങ്ങളായിരുന്നു, നിങ്ങൾക്ക് ഊഹാപോഹങ്ങളായിരുന്നു. വണ്ടർഫുൾ. പുള്ളിയുടെ സമയമായി. ചേട്ടാ അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ എന്തേലും ക്ലോസിംഗിൽ എന്തേലും പറയാനുണ്ടായിരിക്കല്? ജോയൽ ബ്രോ കൺക്ലൂഡ് ചെയ്ത് പറയുന്നതായിരിക്കും. ഇവിടെയൊക്കെ വിലയേറിയ സപ്പോർട്ട് കൊണ്ടാണ് നമ്മള് പ്രതീക്ഷിക്കുന്നത്. നമ്മള് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാത്ത ആൾക്കാര് നമ്മുടെ കണ്ടന്റ് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ നമുക്കൊരു സർക്കിൾ കാണാം, അതിലുള്ള ആൾക്കാര് പെട്ടെന്ന് ഷെയർ ചെയ്യാതെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവെ വിഷമം വരും. അത്രേ ഉള്ളൂ. അത് നമുക്ക് പറയാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയത്. നമുക്ക് കുറച്ച് സർക്കിളേ ഉള്ളൂ, അത്രയുള്ള ആൾക്കാര് ഷെയർ ചെയ്യും. നമ്മൾ അവരെ അതുപോലെ കാണുന്നു. അപ്പൊ അവര് ഷെയർ ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം വരും. അപ്പം ഇവൻ പറഞ്ഞു കെഞ്ചിന്ന്, അപ്പം അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ അത്രയും ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഇവനെ ഇത്രയും കണ്ടന്റ് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇവന് റീച്ച് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരാണ് കുറ്റക്കാര്. നമ്മൾ ഷെയർ ചെയ്യുക, ജസ്റ്റ് ഒരു ഷെയർ ഇല്ല, നമ്മള് ചെലവൊന്നും ഇല്ല, കുറച്ച് MB പോകും, അത്രേ ഉള്ളൂ. അത്രയും ക്ലോസ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്.
അങ്ങനെ ചോദിക്കാനുള്ള ഒരു അവകാശം ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അത്രയും മാത്രം ചിന്തിക്കുക. ആരെ മാനസികമായിട്ട് തളർത്താനോ ഉപദ്രവിക്കാനോ ഒന്നല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. കായികമായിട്ട് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുക. പൊളിച്ചെടുക്കുക. അതെ ഗൈസ്, ആ പൊളിച്ചെടുക്കുക എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുമോ ആൾക്കാർ? എനിക്ക് അറിഞ്ഞു. ഷെയർ ചെയ്യല്ലേ എന്ന് പറയും. അതന്നെ, നിങ്ങൾ ആരും ഷെയർ ചെയ്യണ്ട പ്ലീസ് നോ. അപ്പൊ ഗൈസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓൺ ദാറ്റ് നോട്ട്, ഷെയറിംഗ് ഇസ് കെയറിംഗ്. ബൈ ബൈ. ഓക്കെ ഗൈസ്, ബൈ.